ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ദിവസവും പ്രഭാത വന്ദനത്തോടെ അന്നന്നത്തെ അപ്പം തിരുവചനം ശുശ്രൂഷയായി നമുക്ക് നൽകുന്ന ഡിക്കൻ ജോബോയി 950 എപ്പിസോഡുകൾ മലയാളത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഏറ്റവും ചെറിയ വാക്കുകളിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ നൽകുന്ന ആ ഒരു സ്നേഹവിരുന്ന് അത് ആസ്വദിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും അത് എത്രയേറെ ഹൃദ്യമാണ്, എത്രയോ ആശ്വാസപ്രദമാണ്, ധൈര്യദായകമാണ് എന്ന്. 1000 10,000 10,000 എപ്പിസോഡുകൾ ഇനിയും പൂർത്തിയാക്കാനായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇംഗ്ലീഷിലും നടക്കുന്ന ആ ഒരു സന്ദേശത്തിനെ ഈ കൂട്ടായ്മയും എല്ലാം കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒത്തിരിയേറെ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഒരു ഉപകരണമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് us all. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ്. കാരണം നമ്മൾ നികുതി കൊടുക്കേണ്ടവരാണ്, ഫോറിനേഴ്സാണ്. നമ്മുടെ രാജ്യം ഐഹികമല്ല, സ്വർഗരാജ്യമാണ് നമ്മളുടെ സ്വന്തം സ്ഥലം. ഇതാണ് ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പത്രോസിനോട് പറയുകയാണ്, നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായിൽ ഒരു നാണയമുണ്ടാവും. ഈ ടാക്സ് കൊടുക്കാനുള്ള, എനിക്കും നിനക്കും ടാക്സ് കൊടുക്കാനുള്ള തുക വിലയുണ്ടാകും ആ നാണയത്തിന്. അതുകൊണ്ട് അത് കൊണ്ടുപോയി കൊടുക്കുക. നോക്കുക, ഈശോയുടെ കൂടെ നടന്നാൽ നമ്മുടെ ടാക്സും ഈശോ കൊടുത്തോളും കേട്ടോ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എനിക്കും നിനക്കുമുള്ളത് ഉണ്ടാകുമെന്ന്. അല്ലെങ്കിൽ എൻ്റെ മാത്രം അതിനകത്തുണ്ടാവും, നിൻ്റെ നീ പോയി അധ്വാനിക്കാൻ പറയല്ല. ഓക്കെ, അതുകൊണ്ട് ഈശോയുടെ കൂടെ നടക്കുക. അതിനുള്ള കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ആത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.